നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ മെമ്പർമാർ അവതരിപ്പിക്കുന്ന ആ കോമഡി സ്പീച്ച് ഇതാ. ഈ ഹാസ്യ നാടകം കാണുവാൻ നമുക്ക് കണ്ണും കാതും മനസ്സും തുറന്നിരിക്കാം. പറഞ്ഞിട്ടെന്താ കാര്യം? പണ്ട് എന്നെ കാണാൻ മഞ്ജുവാരെ പോലെ ഇരുന്നതാ. ഇപ്പൊ ഞാൻ നോക്കി ഉണങ്ങിയ കൊഞ്ചു പോലായി. ഈ കാലമാട്ടെ കെട്ടി അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. എന്റെ ദൈവമേ, ഇന്ന് കൊടുത്തോണ്ടാണോ വന്നിരിക്കുന്നത്? കുടിക്കും ഒരു ഹോളിയുടെ സൺഡേ എന്നൊരു ജോളിയുടെ കല്ലു കുടിച്ചിട്ട് ഇത് പത്തേലില്ലേ ഒരു വണ്ടേ കൊണ്ടത് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്ന അന്ന് മുതൽ ഞാൻ കാണുന്ന നിങ്ങളുടെ ഈ ഒടിച്ചത്ത കുടി. അത് പിന്നെ നിന്നെ പെണ്ണ് കാണുകയല്ലേന്ന് ഓർത്ത് ഒരു ധൈര്യത്തിന് വേണ്ടി കുടിച്ചതല്ലേടി. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്നതോ? നിന്റെ കൂടെ ജീവിക്കാനും വേണ്ടേ കുറച്ച് ധൈര്യമൊക്കെ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. പണ്ട് കണ്ട് കണ്ട് എന്നെ കെട്ടിനാളില് ഒരു തോള് പോലും അടിക്കാത്ത ഹസ്ബൻഡും മനുഷ്യ. പെണ്ണെ നിന്നെ കെട്ടിയ തൊട്ടന്നു തുടങ്ങിയ കുടിയടി. പെണ്ണെ നിന്നെ കെട്ടിയ തൊട്ടന്നു തുടങ്ങിയ കുടിയടി. പിന്നെ ഡെയിലി വീട്ടിലെത്തണത് ഇങ്ങനെയല്ലോ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിച്ചാൽ ചത്തു പോകും. മരിച്ചു പോകൂ? എടി മറിക്കുട്ടി, നിന്നോട് ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കോടി? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെന്ത് ചെയ്യും? ഞാൻ ബാക്കിയുള്ള കാലം എന്റെ അനിയത്തിയുടെ കൂടെ അങ്ങോട്ട് ജീവിക്കും. അതിരിക്കട്ടെ, ഞാൻ മരിച്ചു പോയാ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ? ഞാനും കല്യാണം കഴിക്കൂല. പിന്നെ ഞാനും ബാക്കിയുള്ള കാലം മുഴുവൻ നിന്റെ അനിയത്തിയുടെ കൂടെ അങ്ങോട്ട് ജീവിക്കും പോലെ. അയ്യോ എന്റെ മനുഷ്യ, ഇവിടെ ഒരു പെൺകൊച്ചി പേര നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എടി, എനിക്ക് വിചാരമില്ലെങ്കിൽ എന്താ, ഈ നാട്ടിലെ സകല ചെറുപ്പക്കാർക്കും ആ വിചാരം ഉണ്ടല്ലോ. അയ്യോ അതല്ല മനുഷ്യ. പിന്നെ കുറെ ദിവസമായിട്ട് ഒരുത്തൻ നമ്മുടെ മോളുടെ പുറകെ നടന്ന് പാട്ട് പാടുന്നു. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരും തല്ലേന്നൊക്കെ. അത്രക്കാലോ? എന്നാ അവളോട് ആട്ടുകല്ലേ അച്ഛൻ നിന്നെ ദോഷിച്ചിട്ടോളന്ന് തിരിച്ചു പാടാൻ പറഞ്ഞേ. പിന്നെ അവൻ പുറകെടുക്കൂല. വെച്ചിട്ട് വല്ല വല്ലരിപ്പെട്ടിക്ക് താടി. ഇവിടെ ഒന്നും ഇല്ല മനുഷ്യ. അല്ലടി മറിയ കുട്ടി, പറഞ്ഞ പോലെ ഇന്നലെ നമ്മുടെ ദേവസ്വ കുട്ടി ഗൾഫിൽ വന്നത്. അയ്യോ, ഇന്ന് ഒന്നും പറയണ്ട കിച്ചമ്മേ, ഒരു വിധത്തില് ഞാനിവിടെ എത്തി. പിന്നെ ഞാനൊന്ന് കാണട്ടെ, ശരിക്കും ഞാനൊന്ന് കാണട്ടെ. ഗൾഫിൽ പോയി വന്നിട്ട് ചിറ്റപ്പന് എന്തുകൊണ്ടെന്ന്, നിന്റെ ചിറ്റപ്പന് എന്തുകൊണ്ടെന്ന്. ചിറ്റപ്പന് മഫ്ലറ്, ഒന്നാം തരം നിക്കറ്, ചാര കളറുള്ള മഫ്ലറും അല്ല ചോര കളറുള്ള നിക്കറും. നീ വാടാ മോനെ ദേവസ്യ, പിന്നെ ഞാനൊന്ന് കാണട്ടെ, ശരിക്കും ഞാനൊന്ന് കാണട്ടെ. നീ ഗൾഫിൽ പോയി വന്നിട്ട് ചിറ്റമ്മക്കെന്ത് കൊണ്ടെന്ന്, നിന്റെ ചിറ്റമ്മക്കെന്ത് കൊണ്ടെന്ന്. ചിറ്റമ്മക്ക് ചുറ്റുവാൻ പട്ടിന്റെ സാരിയും ഗോൾഡിന്റെ നെക്ലസും മോനെ ദേവസ്വകുട്ടിയെ, നീ വന്നപ്പോ ക്ലൈമറ്റ് പിടിച്ചോടാ? ക്ലൈമറ്റ് പിടിച്ചില്ല, എയർപോർട്ടിൽ വന്നപ്പോ കസ്റ്റംസുകാർ പിടിച്ചു. അതൊക്കെ പോട്ടെ, മോളെ കുട്ടി അവിടെ? അവക്കിപ്പോ കമ്പ്യൂട്ടർ കമ്പനിയിലല്ലേ പണി. ഇപ്പൊ സ്ഥിരമല്ല, കുറച്ച് നാള് കഴിയുമ്പോ പ്രഗ്നന്റ് ആക്കാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യിലാ, ദൈവം വിചാരിച്ച പ്രഗ്നന്റ് ആവും. അയ്യേ, ഈ ചിറ്റമ്മയുടെ മോട്ട് എന്താ ഈ കാണുന്നത്? അത് മേക്കപ്പ്. നേരം വെളുത്ത വൈകുന്നേരം വരെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് ഇവക്ക് ഇതാണോ പണി? മേക്കപ്പ്. നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്നെ അറിയാൻ മനസ്സിലാ. എന്റെ മോനെ ദേവസി, എന്നെ കണ്ട ഇപ്പൊ ശരിക്കും എത്ര വയസ്സ് പറയും? കണ്ണ് കണ്ട ഒരു 16, മുടി കണ്ട ഒരു 20 തോന്നിക്കും. പിന്നെ മൂക്ക് കണ്ട ഒരു 24.
എന്റെ കർത്താവേ, ഇതൊരു അവറാച്ചിലാണ്, എന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഇത് എന്നാ പറ്റി? അളിയോ, അളിയന് ഇത് എന്നാ പറ്റിയോ? പണി മതിയായി പൊന്നളിയാശോ ഏ, പഴയ പോലെ ഒതുക്കാൻ കഴിയണില്ല എന്തളിയ. ആഹാ, ഞാൻ കഴിഞ്ഞ മാസം കിണിഞ്ഞില്ലേ, എന്താ പറ്റേ? പണിഞ്ഞ പാലം പൊളിഞ്ഞില്ലേ, അത് തകർന്നു വീണതറിഞ്ഞില്ലേ, 5 പേര് ചത്തു, ഇപ്പോൾ എനിക്കാണ് അതിന്റെ കുറ്റം. അതിരാവധിക്കം അത് കൊണ്ടെന്ന് തന്നത് മന്ത്രി, എല്ലാം കൊണ്ട് ചെന്തി ഞാൻ അകത്ത് പോകും ചാണ്ടി. കക്കാൻ പറ്റണതാകത്തുമല്ല, അതിൽ പങ്കുകാർക്ക് പകുതി കൊടുക്കണം. അറിയാ കക്കാൻ പറ്റണതാകത്തുമല്ല, അതിൽ പങ്കുകാർക്ക് പകുതി കൊടുക്കണം. അളിയൻ ഇത് തന്നെ വേണം. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പള്ളിയിൽ ഒരു കുരിശ് പണിത് തരാൻ പറഞ്ഞിട്ട് അളിയൻ ഇതുവരെ അത് പണിതോ? അളിയനെ പോലെ 10-25 കുരിശുകൾ ആ പള്ളി ഭരിക്കുമ്പോ എന്തിനാണ് അളിയോ വേറൊരു കുരിശ്? കോൺട്രാക്ടറാണ് പോലും, കോൺട്രാക്ടർ. അതെ, നിങ്ങൾക്ക് ഈ പണിയുടെ ബുദ്ധിമുട്ട് അറിയാനിട്ടാ. ദേ ആ ഇരിക്കുന്ന ചാക്കിട്ടെങ്കിലും നിങ്ങൾക്ക് തലേ വെച്ചൊന്ന് ചുമക്കാൻ പറ്റുമോ? എടി, ഇതിലും വലിയ ഭാരമായ നിന്നെ ഈ അളിയന്മാരെല്ലാം കൂടി എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വർഷങ്ങളായിട്ട് ഞാനത് ചുമക്കണില്ലേ, പിന്നെയാണ് ചാക്ക്. അയ്യേ, എന്നതാടി മോപ്പ കാണിച്ചു വെച്ചിരിക്കുന്നത്? ചോദിക്കളിയാ, ചോദിക്ക്. നേരം വെച്ച് വൈകുന്നേരം വരെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് മേക്കപ്പ് തന്നെ മതി, മേക്കപ്പ്. അതെ, നാടോടുമ്പോ നടുവേ ഓടണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ, ഓടിക്കോ ഓടിക്കോ, നടുവെ തന്നെ ഓടിക്കോ. ഓടുമ്പോ വണ്ടി ഇടിച്ച് നടു ഓടിയാതെ നോക്കിയാ മതി. ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ പറയും. ദേ ആങ്ങളെങ്ങ് വന്നേ, അകത്ത് ദേവസിക്കുട്ടി വന്നിട്ടുണ്ട്. ആണോ? എടാ ദേവസ്യേ, നീ എപ്പോഴാ വന്നത്? എന്റെ ദൈവമേ, ഒരാങ്ങളെ പെങ്ങളും ഈടാപേക്ഷിക്ക് മരപ്പട്ടി കൂട്ട്. ഹലോ ഹലോ, മത്തായി ചേട്ടനുണ്ടോ? ഉണ്ടട്ടില്ലല്ലോ. എന്തിനാ? അല്ല, ഒന്ന് കാണാനാ. ഉണ്ണണതാ? അല്ല, ഇടങ്ങടി കേറി വാട, ഇത് ഞാനാണ്. തേടിയ വള്ളി കാലേ ചുറ്റി. എന്നിട്ട് എവിടെ? അല്ല, തട്ടി വീടുണ്ടോ നോക്കി ഞാൻ ചുറ്റിപ്പറിക്കാൻ മിറ്റത്ത് ഇട്ടിട്ടുണ്ട്. താരെന്താ എങ്ങനെ പോകുന്നത്? വന്നത് എന്താന്നാ, മോക്കൊരടിപൊളി ചെറുക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാ പോട്ടം. ആ, ഇവൻ കൊള്ളാവല്ലോ. ആട്ടെ, എന്താ പണി? ഇവൻ എന്താ പണിയെന്നാ? അത്ര നല്ല പക്ഷിപ്പാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോനാനേ. എത്ര പേര് കമ്മീഷൻ തരാം, തനിക്ക് എന്നില്ലെന്ന് നോക്കാൻ തന്നേക്കാം. തന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. താൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ചെറുക്കന് മോട്ടറിന്റെ ഫാന്റെ പണിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ചെറുക്കൻ വെറുതെ വെള്ളം അടിച്ച് കറങ്ങി നടക്കുവായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റി? മോട്ടറിന്റെ പണി എന്താ? മോട്ടറിന്റെ പണി എന്താ? വെള്ളം അടിക്കല്. അപ്പൊ ഫാന്റെ പണിയോ? കറങ്ങല്. ആ, അതെല്ലാം ഞാൻ പറഞ്ഞു. വെള്ളം അടിച്ച് കറങ്ങി നടക്കണം മോട്ടറിന്റെ ഫാന്റെ പണിയാണ്. പിന്നെ ഈ ചെറുക്കൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ കള്ളു കുടിക്കൂല, വീടി വലിക്കൂല, പെണ്ണ് പിടിക്കൂല, ദുസ്വഭാവങ്ങളൊന്നുമില്ല. ആഹാ, എന്നാലും ഇതൊന്ന് ആലോചിച്ചാലോടി പറയേ. പിന്നെന്താ? പ്രിയമുള്ള മകളെ ഒരുങ്ങണി, ചെറുക്കനെ കണ്ടോ മുടുമുടുക്കൻ. അപ്പന് മരപ്പണി, ചേട്ടന് കൽപ്പണി, അളിയന് സ്ഥിരപ്പണി പോക്കിൽ. ഒരു ചേച്ചി കയ്യിൽ പണി ചെയ്യുന്നതാണ് മോളെ അമ്മ ബാങ്കിൽ. അനിയൻ പെനിയൻ വിൽക്കും റീക്കയിലായി, ഇവനോ അവനെ തിരിയും ഓട്ടയിലായി. ആഹാ, ഒരു പണിയും ജോലിയില്ലാത്ത ചെറുക്കനെ കൊണ്ടാണ് എന്റെ മോളെ കെട്ടിക്കാൻ പോകുന്നത്. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, നിങ്ങളുടെ മോളെ കെട്ടിയാൽ തന്നെ ചെറുക്കന് മുട്ടം പണിയായില്ലേ? എന്ത് പണി? എന്ത് പണിയെന്നാ? കല്യാണം കഴിഞ്ഞാൽ അവളുടെ കൂടെ വിരുന്നിന് പോണം, അവളുടെ കൂടെ ഹണിമൂണിന് പോണം, പിന്നെ അവള് വേറെ ആരെങ്കിലും കൂടെ പോകണ്ടോന്ന് പോയി നോക്കണം. അല്ല, പിന്നെ അത് കഴിയുമ്പോ അവള് പ്രസവിക്കുമല്ല. അപ്പൊ കൊച്ചിനെ നോക്കണം, തുണി അലക്കണം, പാത്രം കഴുകണം, വെള്ളം കോരണം. ഇത്രയും പണിയുള്ള ഒരാൾക്ക് പിന്നെ എന്തിനാണ് വേറൊരു പണി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചെറുക്കൻ എങ്ങനെ പോയാലും 50 ലക്ഷം രൂപ മാരുതിക്കാരൻ സ്ത്രീധനം കിട്ടണം. എന്ത്? ഒരു പണിയില്ലാത്തവന് 50 ലക്ഷം രൂപ മാരുതിക്കാരൻ സ്ത്രീധനം കൊടുക്കാനാ? ആ, പണിയില്ലാതെ തെക്ക് പടക്ക് നടക്കുന്നോനും വേണം സ്ത്രീധനമായി ലക്ഷങ്ങൾ, സ്വർണ്ണ പണ്ടങ്ങൾ 100 പവനും. അടുപ്പില്ലാത്ത കഴുതകൾ തുമ്പിയത് കറിയ വേണം. അരടി പോലെ കറുത്തവനും വെളുത്ത പെണ്ണിനെ വേണം. പോലെ ഇരിക്കുന്നോനും മസുരറൊയ്യ വേണം. ഒരു പക്കത്തി പോലെ വളഞ്ഞവനും സുസ്മിത പെണ്ണിനെ വേണം. അതെ, വേണമെങ്കിൽ മതി. എനിക്കൊരു നിർബന്ധമില്ല. വേണ്ടടോ വേണ്ട. എന്റെ മോളെ കെട്ടാനേ നല്ല ഹൃത്തിക് റോഷനെ പോലുള്ള പയ്യന്മാർ
വരും. നല്ല ക്രിസ്റ്റിക് റോഷൻ. കിട്ടും ക്രിസ്റ്റിക് റോഷനല്ല, വല്ല ക്രിസ്റ്റിക് റോഷനായിരിക്കും. എടോ മൂന്നാലെ താനിങ്ങനെ വന്നേ, സത്യോടെ അവള് പറഞ്ഞത്. എന്റെ മോളെ കാണാനേ കഴിഞ്ഞ ആഴ്ച അരവിന്ദസ്വാമിനെ പോലെ ഒരു ചെക്കൻ വന്ന്. അരവിന്ദസ്വാമി. ആരെ പോലെ? അരവിന്ദസ്വാമി. കഴിഞ്ഞ ആഴ്ച വന്നതല്ലേ? ഞാൻ കണ്ടതാണ്. അരവിന്ദസ്വാമി അല്ലത്. പിന്നെ അത് അടുപ്പിൽ വീണ കരിവെന്തസ്വാമിയാ. കരിവെന്തസ്വാമി. ഇനി വരുമ്പോ തന്നെ ഇവിടെ കണ്ടുപോയത്. വേഗം സ്ഥലം വിട്ടോണം. നിങ്ങൾ കയറി പോകാൻ പിള്ളേർ. എന്റെ അടുത്ത് അടക്കരുത്. ഞാൻ മൂന്നാനാട് സന്തോഷായിടോ മൂന്നാലെ, സന്തോഷായി. താനെങ്കിലും ഇത്രയെങ്കിലും അവളോട് പറഞ്ഞല്ലോ, എനിക്ക് തൃപ്തിയായി. വെറുതെ അല്ലടോ ഈ നാട്ടുകാർ മുഴുവൻ പറയണത്. എന്ത് പറയണത്? താൻ പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ ഇതേ ഇത്ര ഉള്ള എലിയാണെന്ന്. പെണ്ണും പിള്ളേരുടെ മുമ്പിൽ ഇത്ര ഉള്ള എലിയാണെന്ന് ആര് പറഞ്ഞു? ഈ നാട്ടുകാരി. ആരാണ്? എല്ലാത്തിനും ഞാൻ എടോ പെണ്ണും പിള്ളേരുടെ മുമ്പിൽ ഞാൻ ഇത്ര ഉള്ള എലിയല്ല. പിന്നെ ഇത് ഇത്രയുള്ള ഇത്ര പൊക്കമുള്ള പൂച്ചല്ല, പൂച്ച എലിയല്ല. എടോ തന്റെ പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് എന്തെന്നാണ് ഈ കാണുന്നത്? മേക്കപ്പ് ഇട്ടേക്കണത്. അപ്പൊ ചുണ്ടത്താ ലിപ്സ്റ്റിക് ഇട്ടേക്കണത്. എടോ നാണാവൂലോ ഈ കോലം കിട്ടി നടക്കാൻ. അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് മര്യാദയ്ക്ക് നടക്കാൻ പറയടോ. എടോ ഞാൻ എത്ര പറഞ്ഞാലും അവള് കേക്കൂല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു കടുങ്കൈ ചെയ്തിട്ടാ. താൻ എന്ത് ചെയ്ത്? എടോ അവള് ചുണ്ടത്ത് തേക്കണ ലിപ്സ്റ്റിക്കിലേ ഞാനൊരു തരം വിഷം തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാ ആ വിഷം ഒരു തുള്ളി ഉള്ളി ചെന്നാ മതി, അപ്പൊ തുടങ്ങും കഠിനമായ വയറുവേദനയും ഛർദിലും. ഇപ്പൊ ഞാൻ അവന്റെ ചുണ്ടത്ത് തേച്ചിട്ട് തനിക്കൊരു കണ്ടാലല്ല, അപ്പൊ തുടങ്ങും തനിക്ക് കഠിനമായ വയറുവേദനയും ഛർദിലും. ആണോ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ പട്ടിയില്ലേ, ഈ പട്ടീനെ എടുത്തിട്ട് ഞാനൊരു കൊടുത്താലല്ല, പട്ടിക്ക് അപ്പൊ തന്നെ തുടങ്ങും കഠിനമായ വയറുവേദനയും ഛർദിലും. അല്ലടോ എന്നിട്ട് ഈ വിഷം തേച്ച ലിപ്സ്റ്റിക്ക് പെണ്ണുമ്പിള്ളത്ത് തേച്ചാ? അവള് കുമുകുമാന്നല്ലേ വാരി ചുണ്ടത്ത് തേക്കണത്. അയ്യോ അപ്പൊ പെണ്ണുമ്പിള്ളക്ക് കഠിനമായ വയറുവേദന ഛർദി വന്നാണോല്ല. എവിടെ അതൊന്നും ഒരു കുഴപ്പമില്ല മുതലാളിയേ. അതാരാടോ? ഇവിടുത്തെ വേലക്കാരനാണ്. 2 ദിവസം മുമ്പ് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. പോയിട്ട് ഇന്നാ കയറുവന്നെ. നീ വന്നേ, നീ 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? എന്താന്നറിയാൻ പാടില്ല, 2 ദിവസമായിട്ട് കഠിനമായ വയറുവേദന ഛർദിലുമാണ് മുതലാളിയേ. കുട്ടിയേ Hope you all enjoyed the comedy skit performed by our members. We should all appreciate the dedication in presenting the skit in spite of the family commitments. Let's all give a good round of applause to them. Dear friends, can you guess who were on the stage? Mattaichen was Mr. Biju Madasheri, Mariamma Mrs. Maino Biju, Devasya Advocate Babu Matthew, Kariyachan was Mr. Joe Potas, Moonan Mr. K.U. George, Velakaran was Jody Joe Potas.